ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. ഒരു സെറ്റ് പരീക്ഷ കഴിഞ്ഞു അല്ലെ? ആ സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി നല്ലൊരു റിസൾട്ടും ഭയങ്കര സന്തോഷവും തന്നെയാണ്. കാരണം എപ്പോഴും വിജയ ശതമാനം കുറവ് നിൽക്കുന്നത് മലയാളത്തിനാണ് അല്ലെ? എന്നാൽ ഇത്തവണ CC അത് വാരി എന്ന് തന്നെ പറയാം. കാരണം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്ന അല്ലെങ്കിൽ സെറ്റ് ആക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സെറ്റ് എക്സാം. അപ്പൊ സെറ്റ് മലയാളം ഒരുപാട് നാളായി ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് മിസ്സേ കഴിഞ്ഞ എക്സാമിന് പോകുമ്പോൾ ഞാൻ എത്രയും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാസ്സാകാൻ പറ്റുന്നില്ല. മെയിൻ പേപ്പർ കുഴപ്പമില്ല മിസ്സേ, ജനറൽ പേപ്പറാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഒറ്റ ഉത്തരേ അതിന് തരാനുള്ളൂ. നമ്മുടെ പഠനം കൃത്യമായിട്ട് നടന്നിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. PGയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഡിഗ്രിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, യൂട്യൂബ് ചാനലുകളും ഗൈഡുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സെറ്റ് ആവാൻ ഇത്ര ബുദ്ധിമുട്ടെന്നറിയാവോ? നിങ്ങൾക്ക് പഠിക്കാനുള്ള പാറ്റേൺ മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ കുറെ പേര് പറയും, മിസ്സേ ജനറൽ പേപ്പർ പാസ്സായി, സബ്ജക്ട് പേപ്പറും കൂടി പാസ്സായി, പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇത്ര മാർക്ക് കിട്ടുന്നില്ല, ഇത്ര പെർസെൻറ്റേജ് വരുന്നില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും ജനറൽ പേപ്പറിന് മാർക്കില്ല മിസ്സേ, പക്ഷെ മെയിൻ പേപ്പറിന് നല്ല മാർക്ക് ഉണ്ട്. ഇത് രണ്ടും കിട്ടിയിട്ട് കാര്യമില്ല, രണ്ടിനും നമ്മൾ പാസ്സാവണം. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ 115 മാർക്ക്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 115 മാർക്ക് നമുക്ക് കിട്ടണം. അപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർക്കും, അതായത് OBC ആണെങ്കിലും ജനറൽ കാറ്റഗറി ആണെങ്കിലും SC ST ആണെങ്കിലും എത്ര മാർക്ക് വേണം സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും ഈ നിരാശയിൽ ഇരിക്കുന്നവർക്കും പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു മാറ്റം വരുത്താൻ പോവാണ്. നമ്മുടെ പഠനത്തില് ഒരു മാറ്റം വരുത്താൻ പോവാണ്. സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കി സെറ്റിന്റെ മാറ്റം അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ കഴിഞ്ഞ 2025 ഓഗസ്റ്റ് 24 അല്ലെ, ഓഗസ്റ്റ് 24 നടന്നിട്ടുള്ള എക്സാം, ഓഗസ്റ്റ് 24 നടന്ന സെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. അന്ന് സെറ്റ് പരീക്ഷ എഴുതി സെറ്റ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയ ഉടൻ തന്നെ അത് മടക്കി വെക്കുന്നതിന് പകരം അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അതിനെ എടുത്ത് അതിനെ ഒന്ന് പരിശോധിക്കുക. ഇനി സെറ്റ് എഴുതിയിട്ടേ ഇല്ലാത്തവരാണെങ്കിൽ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുക, ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യത്തിന്റെ നിലവാരത്തെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചോദ്യത്തിന്റെ നിലവാരം, ചോദ്യത്തിന്റെ ഘടന, അത് കഴിഞ്ഞ് വിശകലന ശേഷി. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ 2025 കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടന്ന ചോദ്യ പേപ്പറിനെ മുൻനിർത്തി ഒന്ന് വിലയിരുത്തിയേ. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ കേട്ടിട്ടാണെങ്കിലും സെറ്റ് ആണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്ത്? ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന ഭാഗത്തെ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ അറിയില്ലേ? വേണ്ട, അറിയണ്ട. അത് ഏത് ഭാഗമാണ്? കവിതയാണ്. രണ്ടാമത്തെ ചോദ്യം വന്നത് എവിടെ നിന്നാണ്? നോവലിൽ നിന്നാണ്. മൂന്നാമത്തെ ചോദ്യം കഥയിൽ നിന്നാണ്, നാടകമാണ്. ഇങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടി അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും 6 ചോദ്യം വന്നിരിക്കുന്നത് കവിതയിൽ നിന്നാണ്, 7 ചോദ്യം വന്നിരിക്കുന്നത് കഥയിൽ നിന്നാണ്, നോവലിൽ നിന്നാണ്. ഇതാദ്യം നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, എത്ര വസ്തുനിഷ്ഠ ചോദ്യങ്ങളുണ്ട്, അതായത് ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത്. 4 ഓപ്ഷൻ തന്നിട്ട് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് എത്ര എണ്ണം ഉണ്ട്? പ്രസ്താവന ചോദ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണക്കാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഏതൊരു ചോദ്യ പേപ്പറിന് ഉണ്ടാകുന്ന 3 ഗുണമാണ്. ഒന്ന്, നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം,
ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഹായ്, ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് എന്നുള്ള ആവേശത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട് ഇല്ലേ? അതിനുശേഷം വരുന്നത് അതാണോ ഇതാണോ അതാണോ ഇതാണോ നമ്മളായിട്ട് കൺഫ്യൂസിങ് ആക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വരാനുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്താണ് പഠിച്ചില്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള ഉത്തരം കിട്ടണ്ട, അല്ലെങ്കിൽ ഇവനെ അത് കിട്ടണ്ട എന്നും പറഞ്ഞിടുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ സംശയത്തിൽ എത്തിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം നമുക്ക് ഒരിക്കലും കിട്ടരുത് അവന് സബ്ജക്ട് നോളജ് ഇല്ല, അതുകൊണ്ട് അവന് കിട്ടരുത് എന്ന് പറയുന്ന ചോദ്യവും ഉണ്ടാവും. അപ്പൊ ഈ 3 എണ്ണത്തെയും നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ച് നമ്മുടെ കൈക്കുള്ളിൽ ഭദ്രമാക്കണം. അതിന് നിങ്ങൾ ഏത് രീതിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നമുക്കൊരു മീഡിയത്തിൽ നിൽക്കുന്ന രീതി തിരഞ്ഞെടുക്കാം അല്ലെ? അതായത് നമുക്ക് എല്ലാം അറിയില്ല, എന്നാൽ നമുക്കൊന്നും അറിയാത്തവരും അല്ല. നമ്മൾ ഒരു മീഡിയത്തിൽ നിന്നുകൊണ്ട് സിമ്പിളായ ചോദ്യങ്ങളെയും പിടിക്കാം, ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടരുത് എന്ന് പറഞ്ഞിരുന്ന ചോദ്യത്തെയും നമ്മുടെ കൈക്കുള്ളിൽ പിടിക്കാൻ പറ്റണം. അതിനുള്ള വഴികളാണ് എന്തൊക്കെയാന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശ്രദ്ധേയമായ വിഷയ മേഖലകളെ കുറിച്ച് ഞാനൊരു ധാരണ തരാം. പ്രാചീന സാഹിത്യത്തിനകത്ത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, രാമചരിതത്തിൽ നിന്ന് ചോദ്യം ഉറപ്പാണ്. രാമചരിതം ഇപ്പോഴും എപ്പോഴും നെറ്റ് പരീക്ഷയ്ക്കും സെറ്റ് പരീക്ഷയ്ക്കും കേട്ടറ്റ് പരീക്ഷയ്ക്കും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ് രാമചരിതം. അതിന്റെ ലക്ഷണമായിക്കോട്ടെ, നമ്മുടെ പാട്ടിന്റെ ലക്ഷണത്തിലെ എതുക മോന എന്താന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ രാമചരിതത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഊനമറ്റേഴും ഈ രാമചരിതത്തിൽ ഒരു തെല്ലേ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം തന്നെയാണ് രാമചരിതം. അതുപോലെ കൃഷ്ണഗാഥ, കിളിപ്പാട്ടൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള കിളിപ്പാട്ടുണ്ട് അല്ലെ? എഴുത്തച്ഛന് ശേഷം ഒരുപാട് പേര് പിന്നീട് കിളിപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഇതിന്റെ വൃത്തം വന്നിട്ടുണ്ട്, മറ്റ് ഗ്രന്ഥകർത്താക്കളുടെ അഭിപ്രായങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദിച്ചത്. ഇനി ആധുനിക സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ആധുനിക കവിത വന്നിട്ടുണ്ട്, നോവല്, ചെറുകഥ, നാടകം എന്നിവയിലെ സമകാലീന എഴുത്തുകാരുടെ കൃതികളെ കുറിച്ചുള്ള ചോദ്യം ശ്രദ്ധിക്കണേ. കൂടുതലും കവിത, രാമചരിതം ആദ്യം ഏറ്റവും പ്രാചീന ഒരു എഴുത്തച്ഛന്റെ കാലഘട്ടം, ഒരു കീർത്തന സാഹിത്യം വരെയുള്ള ചോദ്യങ്ങളും, പിന്നെ കൊടുങ്ങല്ലൂർ കളരി, പച്ചമലയാള പ്രസ്ഥാനം, അവിടെ നിന്നൊരു ചെരുമ്പടി ചേർക്കുക എന്നുള്ളത് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സമകാലീന എഴുത്തുകാരുടെ കൃതികളെ കുറിച്ചാണ് കേട്ടോ. ചെറുകഥയും അതുപോലെ നാടകവും നോവലൊക്കെ ചോദിക്കുന്നത് പുതിയ പുതിയ എഴുത്തുകാരുടെ കടന്നു വരുമോ അവരുടെ കൃതികളുമാണ്. ആദ്യകാലത്തേക്ക് അധികം അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ സെറ്റിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ സിദ്ധാന്തങ്ങളും നിരൂപണങ്ങളും ഉറപ്പായിട്ടും ആ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ടല്ലോ. കഴിഞ്ഞ 1, 2, 3 ചോദ്യമൊക്കെ വന്നിരിക്കുന്നത് ഒരേ ഭാഗത്ത് നിന്നാണ്. അപ്പൊ പാശ്ചാത്യ പൗരസ്ത്യ നിരൂപണ സിദ്ധാന്തങ്ങളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നിരൂപകന്മാരുടെ കാഴ്ചപ്പാടുകൾ, മലയാളത്തിൽ ഇപ്പൊ MN വിജയൻ ആയിക്കോട്ടെ, ജോസഫ് മുണ്ടശ്ശേരി, MB പോൾ, കുട്ടികൃഷ്ണമാരാര്, ഇവരതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് എന്നാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കഴിഞ്ഞ നമ്മുടെ ഓഗസ്റ്റിൽ നടന്ന എക്സാമിൽ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ നമ്മൾ ഓരോ വർഷത്തെയും ചോദ്യപേപ്പർ എടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഭാഗത്തെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന സെറ്റിന് തയ്യാറെടുക്കേണ്ടത്? സെറ്റ് മലയാളം പഠിക്കുന്ന എല്ലാവരും പറയുന്നതാണ്, മിസ്സേ ജനറൽ പേപ്പർ ഒരു രക്ഷയില്ല, എനിക്ക് എത്താൻ പറ്റുന്നില്ല, എനിക്ക് ചോദ്യം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യണം? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം തന്നെ എന്താണ് സെറ്റ് പേപ്പർ 1 പഠിക്കാനുള്ളത്? സെറ്റ് പേപ്പർ 1 നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, അധ്യാപന അഭിരുചി, ഇത് നമ്മൾ അറിയണം. വിദ്യാഭ്യാസം, മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി, BEd പഠിക്കുന്നുണ്ട്. പിന്നെ ഈവാലുവേഷൻ മെത്തേഡ്, മൂല്യനിർണയ രീതികൾ, പൊതുവിജ്ഞാനവും സമകാലിക വിഷയങ്ങളും, അതായത് GKയും പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, UGC, NCERT, SCERT അവര് പുറത്തു കൊണ്ടുവന്ന ഓരോ പദ്ധതികളും ആവിഷ്കാരങ്ങളും അതൊക്കെ. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അവാർഡുകൾ, ഗവേഷണ രീതി, ഈ
8 പോയിന്റുകളെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഈ 8 ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ജനറൽ പേപ്പറിന് ചോദിച്ചു കാണുന്നത്. ഇനി പേപ്പർ 2 മലയാളത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് എന്താ, സാഹിത്യ ചരിത്രം, വ്യാകരണം, ഭാഷാശാസ്ത്രം, വ്യാകരണം, സാഹിത്യ ചരിത്രം. അപ്പൊ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിലെയും പ്രധാന പ്രസ്ഥാനങ്ങൾ, അതിൽ എഴുതിയിട്ടുള്ള കൃതികൾ പഠിക്കുക. അതിനൊരു സാഹിത്യ ചരിത്രം മൊത്തം വായിക്കാനുള്ള സമയമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ എരുമേലിയുടെ മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. കാരണം മത്സര പരീക്ഷകൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു പുസ്തകമാണ് അത്. പിന്നെ ഭാഷാശാസ്ത്രത്തിൽ പഠിക്കേണ്ടത് ഭാഷാ പരിണാമം, പ്രാചീന ലിപികള്, ഭാഷാഭേദങ്ങള്, ഭാഷോൽപത്തി വാദങ്ങള്, അതുപോലെ തന്നെ പദോൽപത്തി ശാസ്ത്രം എന്നിവയുള്ള അടിസ്ഥാന തത്വങ്ങള്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നോക്കിപ്പോണ്ട വ്യക്തികളാണ് ഡോക്ടർ കെ ഗോദവർമ്മ, LV രാമസ്വാമി അയ്യര്, ഡോക്ടർ സ്കറിയ സക്കറിയ എന്നിവരുടെ നിരീക്ഷണങ്ങൾ. അപ്പൊ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ഈ 3 പേരിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ട് ഫോക്കസ് ചെയ്ത് അവരെന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചിരിക്കണം. ഇനി വ്യാകരണം പിന്നെ സന്ധി, സമാസം, തദ്ധിതം, നാമവിശേഷണം, ക്രിയാവിശേഷണം, അത്യാവശ്യം വ്യാകരണം പഠിക്കാനുണ്ട്, എങ്കിലും ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇവിടെ മാത്രം നമുക്ക് സന്ധി പഠിക്കുമ്പോൾ AR കേരള പാണ്ഡ്യത്തിന്റെ കാരികകളും അതുപോലെ തന്നെ ലീലാവതി ടീച്ചർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കും. ലീലാതിലകത്തിൽ പറയുന്നതും പിന്നെ AR പറയുന്നതും ഇവരുടെ 2 പേരുടെ ആശയങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സന്ധി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് വ്യാകരണത്തില്. പിന്നെ നിരൂപണം, സൗന്ദര്യശാസ്ത്രം, KP അപ്പൻ, MN വിജയൻ, സുകുമാർ അഴീക്കോട്, ഇവര് 3 പേരെയും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇവരുടെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പരിശീലന തന്ത്രങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇത്രയും ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തണം. ഒന്നല്ല 2-ലധികം ചോദ്യങ്ങൾ നമുക്ക് എവിടെ കാണാം, സെറ്റിൽ കാണാൻ പറ്റും. ഇനി പരിശീലന തന്ത്രങ്ങൾ അല്ലെ, ഇത് കുറെ കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നോട്ട് നമ്മുടെ കയ്യിൽ വേണം. നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം നോട്ട് എഴുത്ത് അല്ലെ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നല്ല മാർജിനൊക്കെ ഇട്ട് ഒരു പുതിയ നോട്ടൊക്കെ വെച്ച് അതിൽ സ്കെച്ച് കൊണ്ടൊക്കെ എഴുതി. ഇതല്ല നോട്ട്. പഠിക്കാനിരിക്കുന്ന ഒരാളുടെ നോട്ട് എന്താ, ഷോർട്ട് നോട്ട്, ലെക്ചർ നോട്ട്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ നോട്ടുകളുടെ പ്രത്യേകത നമുക്ക് പരീക്ഷയുടെ തലേന്ന് പോലും എടുത്ത് തിരിച്ചു നോക്കാൻ പറ്റണം. അതായത് ചില കോഡുകൾ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ചില വ്യക്തികൾ, അവരുടെ കൃതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ കഴിഞ്ഞ 5 വർഷത്തെ സെറ്റിന്റെ ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് പരിശീലിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാം. അതുപോലെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം നമ്മൾ എന്ത് വേണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം അല്ലെ. ഒരുപാട് നമ്മൾ പഠിച്ചൊക്കെ മറന്നു പോകും. ഈ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ഓർക്കാനും നമുക്ക് വേണ്ടുന്നത് എന്ത് തന്നെയാണ്, മോക്ക് ടെസ്റ്റ് തന്നെയാണ് അല്ലെ. പിന്നെ സമയനിഷ്ഠ വേണം. അതായത് ഇത്ര സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പരീക്ഷ എഴുതാൻ നോക്കുക. എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അതുപോലെ ഫോക്ലോറ്, പരിസ്ഥിതി പഠനങ്ങള്, സ്ത്രീ പഠനങ്ങള് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യണം, പഠിക്കേണ്ട പോയിന്റുകളാണ്. അതിൽ നിന്നൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു കുഞ്ഞു സമയം കൊണ്ട്, ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, എന്തൊക്കെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓഗസ്റ്റിൽ നടന്ന സെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്ന രീതി എന്താണ്, ഇനി നമ്മൾ പഠിക്കുമ്പോൾ ആർക്കൊക്കെ മുൻഗണന കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ നമ്മൾ സിലബസിനെ കുറിച്ചും ടൈം ടേബിളിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട. അടുത്ത എക്സാം ജനുവരിയിലായിരിക്കും നടക്കുക അല്ലെ. അപ്പൊ ജനുവരിയിലുള്ള എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. അതിനു വേണ്ടി നമ്മൾ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടും സംശയിക്കേണ്ട. സെറ്റ് ആക്കണമെങ്കിൽ വേഗം ജോയിൻ ചെയ്തോ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.